ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഓണാവധിയൊക്കെ കഴിഞ്ഞൊന്ന് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുക. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം അമ്മ തരുന്ന ഫുഡൊക്കെ കഴിച്ചൊരു സുഖജീവിതമായിരുന്നല്ലോ. ഇനി തിരിച്ച് എന്നിട്ട് പട്ടിപ്പണി എടുക്കണമല്ലോ എന്നാലോചിച്ചുള്ള ഒരു ചെറിയൊരു വിഷമം. അങ്ങനെ രണ്ടുപേരെയും പിടിച്ച് പല്ലൊക്കെ തേപ്പിച്ചു. അങ്ങനെ രാവിലെ കല്യാണിക്ക് റാഗി കുറുക്കാട്ടോ കൊടുക്കുന്ന, റാഗിയും പനങ്കൽക്കണ്ടും പാലും ഒക്കെ ചേർത്തൊരു കുറുക്ക്. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോഴേ കല്യാണി മോൻ തിരിച്ച് കളയും. ഇത് കൊടുക്കുന്നത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ റാഗി കല്യാണി ജാനിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ടപ്പോൾ അവൾ എന്നെ പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന് കല്യാണിക്ക് കുറുക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ജാനിക്കുട്ടിയെ കുറുക്ക് കൊടുക്കുന്നത്. ഇത് കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കര സ്നേഹമൊന്നും ആരും വിചാരിക്കരുത്. ബാല്യസുഗ്രീവ യുദ്ധമാണ്. ഇതുങ്ങളുടെ ഇടയിൽ കിടന്ന് ഞാനല്ലേ പെടാപ്പാട് വിടുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാനും അനിയനും കൂടെ അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ബൈക്കിലാട്ടോ പോകുന്നത്. ബൈക്കിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് അവ കണ്ടാൽ എന്നെ ചീത്ത വിളിക്കും. അവനറിയാതെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാലോ ഞാൻ അനിയനൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഒരു മനസ്സും കിട്ടും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ബക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ അമ്മ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞാണ് അമ്മയും ഞാനും കൂടെ കഴിച്ചത്. അമ്മ വെജിറ്റേറിയനാണ്. അമ്മ ചിക്കനൊന്നും കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച ഒരു ക്ഷീണത്തിൽ ഞാനും കല്യാണിയൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ ജാനിക്കുട്ടി ഊഞ്ഞാലാടുന്നത് കണ്ടു. എൻ്റെ ആസ്ഥാന വീഡിയോഗ്രാഫർ ജാനിക്കുട്ടി ആയതുകൊണ്ട് ജാനിക്കുട്ടി ഞാൻ ആടുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനുള്ള പാക്കിങ്ങൊക്കെ, തുണിയും മരുന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ടാട്ടോ, രാത്രിയിലത്തെ ഫുഡും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ജാനിക്കും കല്യാണിക്കും ഫുഡൊക്കെ കൊടുത്തു. ജാനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ വീട്ടിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ. അങ്ങനെ അമ്മമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തു. നമ്മൾ ഫ്ലാറ്റിൽ വന്നു. ഫ്ലാറ്റിൽ വന്നിട്ട് പിന്നെ നാളെ രാവിലെ സ്കൂളിൽ പോകണമല്ലോ, ആ പരിപാടികളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടു. വീട്ടിൽ നിന്ന് മാവൊക്കെ കൊണ്ടുവന്നായിരുന്നു, അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ അടുക്കളയും ഒക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഫ്രഷൊക്കെ ആയി. ഞാനും കല്യാണിയും ജാനിക്കുട്ടിയും കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങി. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്.